മലയാളികൾക്ക് മറക്കാനാവാത്ത തിരക്കഥാകൃത്തും സംവിധായകനുമാണ് AK ലോഹിതദാസ്. മരിച്ച് 15 വർഷം പിന്നിട്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ അനശ്വരമായി പ്രേക്ഷക മനസ്സിൽ നിൽക്കുന്നു. 15ാം ചരമവാർഷിക ദിനത്തിൽ ലോഹിയുടെ പഴയ സിനിമകൾ പ്രേക്ഷകർ ചർച്ചയാക്കുന്നുമുണ്ട്. മലയാളത്തിൽ ഒരുപിടി മികച്ച അഭിനേതാക്കളെ ലോഹിതദാസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിലൊരാളാണ് മീര ജാസ്മിൻ. ഇദ്ദേഹത്തിൻ്റെ സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ലോഹിതദാസ് ആണ് തൻ്റെ ഗോഡ്ഫാദർ എന്ന് നിരവധി തവണ മീര പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വലിയൊരു ഗോഡ്ഫാദർ, എന്തു പറഞ്ഞാലും ഒരു ലോഹി അങ്കിൾ എന്ന് ഓരോരുത്തരും പറയുമായിരുന്നു. അതെ, എന്തു പറഞ്ഞാലും എനിക്ക് ലോഹി അങ്കിളാണ്. ഇനിയും ഞാൻ അങ്ങനെ പറയൂ. എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം വന്നാൽ ഞാൻ അദ്ദേഹത്തെ ഓർക്കും. പണ്ടൊക്കെ കളിയാക്കുമായിരുന്നു, ഇതെന്താ ഇങ്ങനെ ഒരു ഗുരുവും ശിഷ്യയുമെന്ന്. ഇങ്ങനെ തന്നെ ഒരു ഗുരുവും ശിഷ്യയും ഉണ്ട്. നല്ല രീതിയിൽ ഗുരുവും ശിഷ്യയും ഉള്ളതിൻ്റെ ഉദാഹരണമാണ് അങ്കിളും ഞാനും. ഞാൻ അഭിമാനത്തോടെ പറയുമെന്ന് മീര അന്ന് വ്യക്തമാക്കി. എൻ്റെ ദൈവത്തിന് എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ സിനിമയിൽ വന്നു. ഒരുപക്ഷെ ഞാൻ അപകടത്തിലൊന്നും പോയി ചാടാതെ ഇങ്ങനെ ജീവിക്കുന്നതിന് ഒരു കാരണം 1% അദ്ദേഹത്തിൻ്റെയും കൂടെയാണ്. എന്തുണ്ടെങ്കിലും ലോഹി അങ്കിളെന്ന് നമ്മുടെ സിനിമയിലുള്ള കുറേ ആളുകൾ കളിയാക്കുമായിരുന്നു. അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സും എല്ലാം ഇതെന്താ വലിയ ഷോ ഓഫ് എന്നൊക്കെ പറയും. ഷോ ഓഫ് അല്ല, അങ്ങനെ വരാൻ നമുക്ക് ഭാഗ്യം വേണം. കിട്ടാഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസവും എന്തെങ്കിലും പറയുമ്പോൾ അങ്കിളിൻ്റെ ഒരു വാക്ക് എനിക്ക് വരും. യാതൊരു സംരക്ഷണവുമില്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അപകട സാധ്യതകളുണ്ടെന്നും മീര പറയുന്നു. പല സന്ദർഭങ്ങളിലും നമ്മൾ ചെന്നുപെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ശക്തി എനിക്ക് പകർന്നു തന്നത് അങ്കിളാണെന്നും മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി. ലോഹിതദാസ് തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ചും മീര ജാസ്മിൻ അന്ന് സംസാരിച്ചു. സിനിമയിൽ വരും, പ്രശസ്തിയും പണവും കിട്ടും. പല ഭാഷകളിലും പല വലിയ മനുഷ്യരോടൊപ്പവും അഭിനയിക്കും. നിനക്ക് ചിലപ്പോൾ ഡ്രിങ്ക്സ് ഓഫർ ചെയ്യും. നീ ഒരിക്കലും മദ്യത്തിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ അടിമയാകാൻ പാടില്ല. ആദ്യം ടൈം പാസ് പോലെ നീ മദ്യം കുടിക്കും. വലിയ ആളുകളല്ലേ, അവർക്ക് ദേഷ്യം തോന്നുമോ എന്ന് കരുതി കമ്പനി കൊടുക്കും. പക്ഷേ നാളെ നിനക്കൊരു വീക്കായ സമയം വരുമ്പോൾ നീ ആശ്രയിക്കാൻ പോകുന്നത് ഇതായിരിക്കും. അങ്ങനെ ജീവിതം നശിച്ച പല നടിമാരുണ്ടെന്ന് ലോഹിതദാസ് തനിക്ക് പറഞ്ഞു തന്നെന്ന് മീര ജാസ്മിൻ ഓർത്തു. ഇങ്ങനെ പറഞ്ഞു തന്ന അദ്ദേഹം തനിക്ക് ദൈവമാണെന്നും അന്ന് മീര വ്യക്തമാക്കി.